അപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുന്നത് സ്വർഗമാണ്. അപ്പൊ എല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം കിട്ടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നുമുണ്ട്, ദുആ ചെയ്യുന്നുമുണ്ട്. എല്ലാരും അള്ളാഹുവിനോട് പറയുന്നത് സ്വർഗം തരണേ, സ്വർഗം തരണേ, സ്വർഗം തരണേ എന്ന് എല്ലാരും ദുആ ചെയ്യാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ സല്ലു അൽ ഫിർദൗസ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണം. നബി തങ്ങളുടെ സ്വഹാബത്തിനോട് പറയുന്ന, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് നബി തങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കാൻ പറഞ്ഞത്? അതിന്റെ പ്രത്യേകത എന്താ? ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരാരാ? ആ സ്വർഗത്തിന്റെ മഹത്വം എന്താ? നബി തങ്ങൾ പറയാനുള്ള കാരണം എന്താ? നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണേ എന്ന് നബി തങ്ങൾ പറയാനുള്ള കാരണം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി തങ്ങൾ തന്നെ പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തി മിഅത ദറജ. നബി തങ്ങൾ പറയുന്ന സ്വർഗത്തിൽ 1, 2, 3, 4, 5 എന്ന് പറയുന്ന രീതിയിൽ സ്വർഗത്തിൽ ഇങ്ങനെ പദവികളുണ്ടത്രേ. ഒന്നാമത്തെ പദവിയുടെയും രണ്ടാമത്തെ പദവിയുടെയും ഇടയിലുള്ള ദൂരം ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമാണ്. അപ്പൊ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ പദവികൾ ഇങ്ങനെ 100 പദവികളാണുള്ളത്. ആ 100 പദവിയിൽ 100ാമത്തെ പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. നബി തങ്ങൾ പറയുന്ന സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ്. അവിടെ കിടക്കുന്നത് സാധാരണ ആൾക്കാരല്ല. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്, നബി തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവർ വിവിഐപികളാണ്, സാധാരണ ആൾക്കാരല്ല. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളാണ് ആ ഫിർദൗസിന്റെ അവകാശികൾ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറയുന്ന ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ കുടുംബം, അവിടുത്തെ സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇമാമുമാർ, ഔലിയാക്കന്മാർ, സയ്യിദന്മാർ, പണ്ഡിതന്മാർ, അള്ളാഹു ഇഷ്ടപ്പെട്ടവര് മാത്രമാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ, നബി തങ്ങളുടെ മുമ്പിലിരുന്ന് പാവപ്പെട്ടവരായ സ്വഹാബത്തിരുന്ന് കരയുകയാ. പാവപ്പെട്ടവരായ മുടുമണിക്ക് മറുപടിയില്ലാത്ത ആ പാവപ്പെട്ട മുഹാജിറായ സ്വഹാബത്ത് നബി തങ്ങളുടെ മുമ്പിലിരുന്ന് കരയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, സ്വഹാബ, നിങ്ങൾക്ക് എന്തു പറ്റി സ്വഹാബ, നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈ പാവപ്പെട്ട ഞങ്ങൾക്കൊന്നും ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകാതെ വിവിഐപികൾ മാത്രം കടന്നു പോകുന്ന പ്രവാചകന്മാരും ശുഹദാക്കളും സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും, അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവർ, അല്ലാഹു ഇഷ്ടപ്പെട്ടവര് മാത്രം കടന്നു പോകുന്ന ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകാതെ ഈ പാവപ്പെട്ട ഈ അമലുകൾ കുറഞ്ഞു പോയ ഞങ്ങൾക്ക് കഴിയില്ലേ? നബി തങ്ങളുടെ മുമ്പിൽ ഇരുന്ന സ്വഹാബത്ത് കരയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, സ്വഹാബ, പോകണോ സ്വഹാബ, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകണോ? നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കും പോകാം. ആ ഫിർദൗസിന്റെ അവകാശികളായി അവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്കും പോകാം സ്വഹാബ. അവിടെ പോകുന്നവരുടെ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ച ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണേ. നിങ്ങൾ പോവുകയാണെങ്കിൽ ഫിർദൗസിൽ പോകണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ സ്വർഗത്തിൽ പോകുകയാണെങ്കിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകണം.
നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ പോകുമോ എന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. അത് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ്, 100ാമത്തെ പദവിയാണ്. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ ആ സ്വർഗത്തിന്റെ പടി പോലും ഞാനും നിങ്ങളും ചവിട്ടൂല. നമ്മുടെ സ്വഭാവത്തിന്റെ രീതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആ സ്വർഗത്തിന്റെ വാസന പോലും നമുക്ക് കിട്ടൂല. അങ്ങനത്തെ ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്താ? അള്ളാഹുവിന്റെ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് ഒരു സദഖ പറയാൻ പറഞ്ഞാൽ പണമുള്ളവരും തിരിഞ്ഞു നോക്കുകയാണ്. ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടോ? മറ്റാരെങ്കിലും പറയുന്നുണ്ടോ? എന്നാ അവൻ ചിന്തിക്കുന്നില്ല, എനിക്ക് റബ്ബ് സമ്പത്ത് തന്നിട്ടുണ്ടെന്ന്, അല്ലാഹു എനിക്ക് ഒരുപാട് പണം തന്നിട്ടുണ്ട്, ഞാനല്ലേ ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. പഠിച്ചവനെ അങ്ങനെ ഒരു മനസ്സാർക്കാവുള്ളത്, അങ്ങനെ ഒരു മനസ്സാർക്കാവുള്ളത്. ഇതാണ് ചെറുപ്പക്കാര, ആ ഫിർദൗസിന്റെ അവകാശിയുടെ സ്വഭാവം ഇതാണ്. പ്രതിഫലം കേട്ടാ പിന്നെ ചിന്തിക്കരുത്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തന്റെ ഭാര്യയായ ഫാത്തിമ ഗർഭിണിയാണ്. ഫാത്തിമ ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് ചില ഭക്ഷണങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്. അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണം അലിയേ. ഗർഭിണിയായ ഭാര്യ ആഗ്രഹത്തോടെ പറഞ്ഞതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല റുമ്മാമ്പഴം വാങ്ങാൻ പോവുകയാണ്. അവിടുന്ന് പഴം വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോ ഒരു പാവപ്പെട്ടവൻ ഓടി വരുന്നു, അലിയേ വിശക്കുന്നു അലിയേ, എന്തെങ്കിലും തന്ന് സഹായിക്കണം അലിയേ. അലിയാര് തങ്ങളുടെ കയ്യിൽ ആ റുമ്മാമ്പഴമല്ലാതെ വേറെ ഒന്നുമില്ല. അത് സാധാരണ ഒരു റുമ്മാമ്പഴമല്ല. തന്റെ ഗർഭിണിയായ ഭാര്യ ആഗ്രഹത്തോടെ പറഞ്ഞു വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. പടച്ച റബ്ബേ, അലിയാര് തങ്ങളൊന്ന് ചിന്തിക്കുകയാണ്. അലിയാര് തങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചപ്പോ ആ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, അലിയേ ഒന്ന് കൊടുത്താ 10 ഇരട്ടി അല്ലാഹു തിരിച്ചു തരും അലിയേ. ഒന്നിന് 10 ഇരട്ടിയാണ്, ഒന്ന് തന്നാ 10 തരും അലിയേ. ആ 10 കിട്ടുമെന്ന് കേൾക്കുമ്പോ തന്റെ കയ്യിലിരുന്ന റുമ്മാമ്പഴം എടുത്തു കൊടുക്കുകയാണ്. വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ തന്റെ ഭാര്യയായ ഫാത്തിമ ബീബിയുടെ മുമ്പിൽ ഒരു കുട്ട നിറയെ റുമ്മാമ്പഴം ഇരിക്കുകയാണ്. ഇതാണ് ഖുർആൻ പറഞ്ഞ നന്മ. പടച്ചവനെ, ഈ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. നന്മയ്ക്ക് വേണ്ടിയാണ് മത്സരിക്കേണ്ടത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വാശി കാണിക്കേണ്ടത്. പടച്ചവനെ, അത് വല്ലാത്ത ഒരു സ്വഭാവമാണ്. പക്ഷേ മനുഷ്യൻ ഇന്ന് നന്മയുടെ വിഷയത്തിലല്ല, വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്ന കാലമാ. ഒരിക്കൽ വിധങ്ങൾ മസ്ജിദിൽ നബവിയിൽ ഇരുന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബ. മസ്ജിദിൽ നബവിയിൽ നിന്ന് സ്വഹാബത്ത് ഇറങ്ങി ഓടുകയാണ്. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് ഓടുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, ഒരിക്കലെങ്കിലും വിജയിക്കണം പടച്ചവനെ. അബൂബക്കറിനെ തോൽപ്പിക്കണം തമ്പുരാന്, അബൂബക്കറിനെ പരാജയപ്പെടുത്തണം തമ്പുരാന്. കാരണം എന്നും അബൂബക്കർ ഒന്നാമനാണ്. ഏത് നന്മയുടെ വിഷയത്തിലാകട്ടെ, ഏത് കാര്യത്തിനും അബൂബക്കർ ഒന്നാമനാണ്. ഒരിക്കൽ നബി തങ്ങളുടെ സുബഹി നമസ്കാരം കഴിഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, മൻ അസ്ബഖ മിൻകും അൽ-യൗമ സായിമാ. ഉപരതങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോ മനസ്സിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, ഒരിക്കലെങ്കിലും ഒന്ന് വിജയിക്കണം, ഒരിക്കലെങ്കിലും അബൂബക്കറിനെ ഒന്ന് പരാജയപ്പെടുത്തണം. കാരണം ഏത് കാര്യത്തിനും അബൂബക്കർ ഒന്നാമനാ. ഏത് കാര്യത്തിനും നബിതങ്ങൾ ഒരിക്കൽ ചോദിച്ചു, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ട്? ഈ ചങ്ങാതി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയെ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയെ. എടാ, ഇന്ന് സദക്ക കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയെ. ഇന്ന് രോഗസന്ദർശനം നടത്തിയ ആരെങ്കിലും? ഞാനുണ്ട് നബിയെ. ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ട്? എന്ത് കാര്യം ചോദിച്ചാൽ അബൂബക്കർ ഒന്നും ഒന്നാമനാ. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് ഒരു വാശി, ഒരിക്കലെങ്കിലും ഒന്ന് വിജയിക്കണം. അങ്ങനെ വീട്ടിൽ പോയി തന്റെ സമ്പാദ്യം മുഴുവനും എടുത്തു വെച്ചു.
തന്റെ സമ്പത്ത് മുഴുവനും എടുത്തു വെച്ചിട്ട് 2 വിഹിതമായി മാറ്റിവെച്ചു. നേർ പകുതി എടുത്തു. സമ്പത്തിന്റെ നേർ പകുതി എടുത്തിട്ടില്ല. ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. തന്റെ സമ്പത്തിന്റെ പകുതി കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇതാ നബിയെ, എന്റെ സമ്പത്തിന്റെ പകുതി ഇതാ നബി, അള്ളാന്റെ ദീനിന് വേണ്ടി തന്നിരിക്കുന്നു. നബി തങ്ങൾക്ക് വലിയ സന്തോഷമായി ഒരുപാട് ദുആ ചെയ്തു. ഉമർ തങ്ങൾക്കറിയാം, എന്തായാലും അബൂബക്കർ എന്നെ പോലെ കൊണ്ടുവരില്ല, എന്തായാലും ഇന്ന് അബൂബക്കർ തോറ്റുപോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അബൂബക്കർ തങ്ങൾ വരുന്നതും കാത്ത് ഉമർ തങ്ങൾ ഇങ്ങനെ മാറി നിന്ന് ഒരുപാട് സഹാബത്ത് വന്നു. അബൂബക്കർ തങ്ങളെ കാത്തിട്ട് ഉമർ തങ്ങൾ നിൽക്കാം. അവസാനം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നടന്നു വരുന്നുണ്ട്. ഒരു ചെറിയ പൊതി കയ്യിലിരിക്കുന്നുണ്ട്. ഉമറിന് വല്ലാത്ത സന്തോഷമായി. എന്തായാലും എന്നെ പോലെ ഇല്ല, ചെറിയ പൊതുവ. ഓടി നബി തങ്ങൾ അടുത്തു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആ ചെറിയ പൊതി കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, ഇനി നിന്റെ വീട്ടിൽ എന്താ ബാക്കിയുള്ളത്? അള്ളാഹും അവന്റെ പ്രവാചകനും അല്ലാതെ ഒന്നുമില്ല നബിയെ, എനിക്കുള്ളത് മുഴുവനും ഞാൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി തന്നിരിക്കുന്നു. അവിടെയും അബൂബക്കർ വിജയിച്ച, ഉമർ തോറ്റുപോയി. ഇതാണ് നന്മയുടെ വിഷയം. ഒരു നല്ല കാര്യം കേട്ടാൽ അത് ചെറുതോ വലുതോ എന്നല്ല, പറയുന്നവന്റെ വലുപ്പമൊന്നുമല്ല, ആ പറയുന്ന കാര്യം ചെയ്യണമെന്ന് പറയുന്ന ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ഒരു നന്മ പറഞ്ഞു തരാം. നമുക്കുമൊന്ന് മത്സരിച്ചു നോക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കുമൊന്ന് പരിശ്രമിച്ചു നോക്കാം. ആരാണോ നന്മ പറഞ്ഞു തരുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുകയാണ്. ഈ നന്മ പറഞ്ഞു തരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പൊന്നാര മകളാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് കടന്നു വരികയാ. അലിയാർ